മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നബിദിന സമ്മേളനം വെള്ളിയാഴ്ച കായംകുളത്ത് നടക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നബിദിന സമ്മേളനം വെള്ളിയാഴ്ച കായംകുളത്ത് നടക്കും. വൈകിട്ട് 5 മണിക്ക് പാർക്ക് മൈതാനിയിലാണ് സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാമത് ജന്മദിനാഘോഷം കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വെള്ളിയാഴ്ച പകൽ 4:30 മണിക്ക് പാർക്ക് മൈതാനിയിൽ നടക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗം ബഹുമാനപ്പെട്ട പ്രാസംഗികരായ നബി സന്ദേശം നൽകുന്നതിനായി ജനാബ് അബ്ദുൽ സമദ് പൂക്കൂട്ടൂരും ഡോക്ടർ മുഹമ്മദ് ജാബിർ അൽ ഹസനി പ്രഭാഷണങ്ങൾ നടത്തുന്നതാണ്. കായംകുളത്ത് ജമാഅത്തുകളുടെയും ജുമാ മസ്ജിദുകളുടെയും തഖ്യാബുകളുടെയും ഏകോപനത്തിലുണ്ടായ സംഘടനയാണ് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി. ഇന്ന് കായംകുളത്ത് പൊതുവായി വരുന്ന സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുകയും അതിൻ്റെ ഫലം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഈ 1500-ാമത് ജന്മദിനാഘോഷം ഒരു വമ്പിച്ച വിജയമാക്കുന്നതിന് നല്ലവരായ ദീനീ വിശ്വാസികളെ ഈ പാർക്ക് മൈതാനത്ത് മിലാദ് നഗറിലേക്ക് ക്ഷണിക്കുകയാണ്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷത വഹിക്കും. പ്രമുഖ പണ്ഡിതരായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനി എന്നിവർ നബിദിന സന്ദേശം നൽകുമെന്ന് ജനറൽ കൺവീനർ എം കബീർ അറിയിച്ചു. കായംകുളത്തെ ജമാഅത്തുകളുടെയും ജുമാ മസ്ജിദുകളുടെയും തഖ്യാബുകളുടെയും മദ്രസകളുടെയും കൂട്ടായ്മയായ ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാമത് ജന്മദിനത്തിന്റെ ഭാഗമായുള്ള നബിദിന സമ്മേളനം നാളെ വൈകിട്ട് 5 മണിക്ക് കായംകുളം പാർക്ക് മൈതാനിയിൽ നടക്കുന്നു. കായംകുളം പാർക്ക് മൈതാനിയിൽ നടക്കുന്ന നബിദിന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രമുഖ പണ്ഡിതന്മാരായ അബ്ദുൽ സമദ് പൂക്കൂട്ടൂർ, ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനി തുടങ്ങിയ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നു. കായംകുളത്തെ എല്ലാ ദീനീ സ്നേഹികളെയും കായംകുളം പാർക്ക് മൈതാനിയിലേക്ക് സ്വാഗതം ചെയ്യും. CDN ന്യൂസ്, കായംകുളം.